അങ്ങനെ നമുക്കും കിട്ടിയ ഒരു കല്യാണ ഇൻവിറ്റേഷൻ. പിന്നെ നേരെ വെച്ച് പിടിച്ചില്ലേ കല്യാണപ്പേരേക്ക്. രാത്രിയത്തെ കല്യാണത്തിനാണ് കേട്ടോ നമ്മൾ പോയത്, അഥവാ ബറാത്ത്. ചെക്കനെ കൊണ്ടുവരുന്ന പരിപാടി. കേറി ചെന്നപ്പോ തന്നെ ഫുഡ് കണ്ടപ്പോ ഗുണശേഖരന്റെ ഡയലോഗ് ആയിരുന്നു. ഓന്റെ തമിഴിലുള്ള ഡയലോഗ് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടിത്തെരിച്ച് ഫുഡ് ആദ്യം തന്നെ നമുക്ക് തന്ന്. കുറച്ച് ഇങ്ങോട്ട് നോക്കിയപ്പോ അവിടെ കൗണ്ടറിൽ മെയിൻ ഫുഡ് തുടങ്ങിയിരിക്കുന്നത്. മാക്സിമം വെജ് ഒഴിവാക്കിയിട്ട് ചിക്കനും മട്ടനും മാത്രം കഴിക്കാന്നുള്ളതിന് നമ്മളെ ടാർഗറ്റ്. അങ്ങനെ ടാർഗറ്റ് ഒക്കെ സെക്യൂർ ആക്കി വന്നപ്പോഴത്തേക്കും ഇരിക്കാനുള്ള സീറ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ സൈഡിൽ ഒരു സീറ്റ് ഒപ്പിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ചെക്കന് ഐസ്ക്രീമായിട്ട് എത്തി. എന്തായാലും വീട്ടുകാർ പോയി കാണാന്ന് വിചാരിച്ച് ഓലെടുത്ത് പോയിട്ട് 2 പിക്കും എടുത്ത് വന്ന്. ഓൽക്ക് വലിയ കാര്യം ഇനി നമ്മളെ, നമുക്കാണെങ്കിൽ ഫുഡിനോട് വലിയ കാര്യം. ഇന്ത്യ അതിന്റെ മെയിൻ പരിപാടി എന്നുള്ളത് അവിടെയുള്ള വെള്ളം മുഴുവൻ എടുത്ത് കുടിക്കലേ. ഇനി നമുക്ക് പിന്നെ പിഞ്ചു മനസ്സായണ്ട് അവിടെയുള്ള ഡെക്കറേഷൻ ഒക്കെ ഫോട്ടോ എടുത്ത് കൂട്ടണം. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോണ്ട് അവിടെ അലുവ കണ്ട്. അലുവ കണ്ടാ പിന്നെ നമുക്ക് അലുവ കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. ഒന്നുമല്ല, ബറാത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ കേട്ടപ്പോ ഗുണക്കുട്ടൻ വിചാരിച്ചത് പൊറാട്ട വരുന്നുണ്ട് എന്നാണ്. അങ്ങനെ അവസാനം ഭരത്ത് വന്ന് വണ്ടി നിറച്ചു ആൾക്കാരായിരുന്നു കേട്ടോ. ആദ്യം കൂടെ വന്ന വലിയ വലിയ ആൾക്കാരെ ആനയിച്ചിരുത്തി. ചെക്കൻ വരാനായപ്പോത്തിനേക്ക് അവിടെ പടക്കം പൊട്ടിക്കല് തുടങ്ങി കഴിഞ്ഞിനി. ഇവിടെ തന്ത വൈബ് എന്നൊന്നുമില്ല കേട്ടോ. വന്നാല് ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ പടക്കം പൊട്ടിച്ച് രസിക്കുകയായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ പടക്കം പൊട്ടിച്ച എന്റെ മോനെ കല്യാണം മുടക്കാന്ന് മാത്രമല്ല മല്ലെന്ന് വരെ പുറത്താക്കിയ ചരിത്രമുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ചെക്കനെ വീട്ടുകാർ സ്വീകരിക്കുന്ന പരിപാടിയാണ്. വെറ്റില വരെ കൊടുത്തിട്ടേ കേറ്റുള്ളൂ കേട്ടോ. കഷ്ടപ്പെട്ട് ചെക്കനൊന്ന് കാണാന്ന് വിചാരിച്ച് വന്നപ്പോണ്ട് എങ്ങനെ ഇരിക്കണം. വീഡിയോക്ക് 100K ആയി കഴിഞ്ഞാൽ ചെക്കനെ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.